സുരേഷ് ഗോപി ചേരുന്നു നമ്മുടെ പൂരനഗരിയിൽ നിന്ന്. അപ്പോൾ ഓരോന്നും അത്രയേറെ പ്രധാനപ്പെട്ടാണ്. സുരേഷ് ഓരോന്നും ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇഷ്ടപ്പെടുന്നവരാണുള്ളത്. എല്ലായിടത്തും എല്ലാവർക്കും നീങ്ങി എത്താൻ പറ്റില്ല. നമുക്കിത് പരക്കെ പരന്ന് ഈ പൂരപ്പറമ്പിൽ ഇങ്ങനെ നിന്ന് ആസ്വദിക്കാനേ പറ്റും. കഴിയുന്നതെല്ലാം ഓരോ തവണയും മാറിയും തിരിഞ്ഞും മറ്റ് പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഓടി നടന്ന് അങ്ങ് ആസ്വദിക്കാം. എവിടെയാണ് അനസ്? എവിടെ? സുരേഷിട അപ്പോ ഇവിടെ സാർ നമുക്ക് ജോയിൻ ചെയ്യാം. പൂരനഗരിയിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ തൃശ്ശൂരിന്റെ സ്വന്തം MP സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടതും. പ്രസാദ് ഉടുമ്പശ്ശേരി തുടരുന്നുണ്ട് അവിടെ നിന്ന്. പ്രസാദ്, ഈ MP-യുടെ വാക്കുകൾ എങ്ങനെയാണ്? സുരേഷ്മി MP സംസാരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേനും അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്ത് നേരത്തെ നിശ്ചയിച്ചതാണെന്ന് കരുതുന്നു അങ്ങോട്ട് പോകേണ്ടത്. എന്തായാലും നമ്മളിവിടെയുണ്ട്. സുരേഷ് ഗോപിക്ക് അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി കുറച്ച് വിശദമായി നമുക്ക് അദ്ദേഹത്തിന് കേൾക്കാനുണ്ട്. എന്തായാലും പൂരത്തിന്റെ ആവേശത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, അല്ലേ? നമുക്ക് ഇന്നലെ സുരേഷ് ഗോപി കാര്യങ്ങൾ അറിയാനുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പൂരത്തിന്റെ ആവേശം എന്ന നിലയ്ക്ക് തന്നെ മുമ്പോട്ട് പോവുക, കുറേ കാര്യങ്ങൾ കൂടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് കാണാനുള്ള സൗകര്യം വേണമെന്ന് പറയുന്നുണ്ട്. MP എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള കുറേ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് പറയുന്നു. ആഭ്യന്തരമന്ത്രിയായി സംസാരിച്ച അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു കുറെ കൂടി ആ തരത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇതൊരു ആവേശമാണ്, എല്ലാവരും ആ തരത്തിൽ ആവേശം നൽകും. പിന്നെ അദ്ദേഹം ഒരു സിനിമാ നടനാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ തെച്ചുകൂട്ടരാമെന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം കൂടുന്നിടത്ത് ആളുകൾ കൂടും. അപ്പോൾ ആ തരത്തിൽ ആളുകൾ കൂടുന്നൊരു സ്ഥലം കൂടിയാണ്. അങ്ങനെ കൂടിയാണ് അതിനെ നമ്മൾ കാണുന്നത്. എന്നാലും അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് വരും സമയങ്ങളിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ കേൾക്കാൻ കഴിയും. ഈ പൂരനഗരിയിലേക്ക് ഇപ്പോൾ തന്നെ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രസാദ്. ഇപ്പൊ ബാക്കിലൊക്കെ കാണുമ്പോൾ ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ പേരൊക്കെ ഇനി എത്തി തുടങ്ങുക ഈ ഇലഞ്ഞിത്തറ മേളമൊക്കെ തുടങ്ങുന്ന മുറയ്ക്കായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും പൂരനഗരിയിലേക്ക് ആളുകൾ, നേരത്തെ ലിജ പറഞ്ഞതുപോലെ അത്രയേറെ തിരക്കുകളാണ് ഇവിടെ ഉണ്ടാകുക. കാരണം കൂടുതൽ ആളുകൾ വന്ന് ഇരിക്കുന്നു. ഈ ഓരോ സമയത്ത് രാവിലെ സാധാരണഗതിയിൽ ഇത്രയധികം തിരക്കൊന്നും, നമ്മൾ മുമ്പ് വന്ന സമയത്ത് ഇത്രയധികം തിരക്കുകളൊന്നും കാണാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പതിവിലേക്കാൾ കൂടുതൽ തിരക്ക് രാവിലെ കണിമംഗലത്തിൻ്റെ എഴുന്നള്ളത്തിൻ്റെ സമയത്ത് തന്നെ ഇവിടെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരക്ക് കാണുന്നത്. അപ്പം പൂരം ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ജനകീയവും കൂടുതൽ വിപുലവുമായി മാറുന്നു. ഓരോ ചടങ്ങുകളുടെ ദൈർഘ്യം കൂടുന്നു. സാധാരണ പറയുക കണിമംഗലം സൂര്യോദയത്തിന് മുൻപ് അവിടെ നിന്ന് ഇറങ്ങി വളരെ നേരത്തെ തന്നെ വെയിലിൻ്റെ ചൂടാകുന്നതിന് മുമ്പ് ഇവിടെ എത്തണം എന്നുള്ളത്. പക്ഷേ ഇപ്പം 7 മണിയോടുകൂടിയാണ് കയറിയത്. മുമ്പൊക്കെ 6:15 അല്ലെങ്കിൽ 6:30 മുമ്പ് ആ ഈ ക്ഷേത്രത്തിലേക്ക് വടക്കുന്നാഥ സന്നിധിയിലേക്ക് കയറിയിരുന്നു. പക്ഷേ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുന്നു, മേളത്തിൻ്റെ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുന്നു, ചടങ്ങുകളുടെ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുന്നു, കാഴ്ചക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ പൂരവും ഓരോ കാലവും കഴിയും തോറും അത്രയേറെ ആവേശത്തോടു കൂടി ആളുകൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. അത്രയേറെ ആവേശത്തോടു കൂടി തന്നെയാണ് ആളുകൾ പൂരത്തെ കാണുന്നതും. ഇനിയിപ്പോൾ ഈ കാത്തിരിക്കുന്നത് മഠത്തിൽ വരവാണ്. തിരുവമ്പാടിയിൽ നിന്നുള്ള ഇറക്കം മഠത്തിലേക്കുള്ള ഇപ്പോൾ തന്നെ അല്പസമയത്തിനകം തന്നെ അങ്ങോട്ട് ഇറങ്ങും. അതിനുശേഷം മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. 10:30 തന്നെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം കാണും. അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ. മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും